മാതൃസ്നേഹം അഥവാ അമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് അത് ഇൻബിൽറ്റായി ഉള്ളതാണെന്നും പ്രകൃതിയാൽ ഉള്ളതാണെന്നും അത് ദൈവികമായി സന്നിവേശിപ്പിച്ചതാണെന്നും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഒരുപാട് കഥയും കവിതയും ഒക്കെ എഴുതിയിട്ടുമുണ്ട്. എന്നാൽ മാതൃസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി പറയുന്നത് എല്ലാം മറക്കാനും പൊറുക്കാനും, അല്ലെങ്കിൽ ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാനും ചിലതൊക്കെ കണ്ടെന്ന് തിരിച്ചറിയാനും ഒക്കെയുള്ള ഒരു ഭാവം ചേർത്ത് വെച്ചാണ്. അത് പ്രസവിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാകൂ എന്നതാണ് പലപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ടാനമ്മമാരൊക്കെ കുട്ടികളെ ഉപദ്രവിക്കുന്നത്. ഇത് ഞാനിപ്പോൾ അമ്മയെ ഓർക്കാൻ വേണ്ടി ഓർത്തതല്ല. നമ്മുടെ കാസാക്കൂസന്മാർക്ക് സംഘപരിവാറിനോടുള്ള വിധേയത്വം കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും ഈ മാതൃസ്നേഹം പോലെ തുല്യമായ പലതും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു ഭാവം ഉണ്ടാകുമെന്നുള്ളത് സൈബർ ഇടത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ രാവോടെ പകലോടെ ഹലാലിറച്ചി വാങ്ങരുത്, കേക്ക് വാങ്ങരുത്, അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറയുന്ന കാസന്മാരാരും ഛത്തീസ്ഗഡിൽ നടക്കുന്നതും ഇങ്ങ് പാലക്കാട് നടന്നതും അതുപോലെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ കാണുന്നില്ല എന്നതാണ് ഒരു സത്യം. സ്നേഹവും കൂറുമൊക്കെ ഇത്രമേൽ ചൊരിയുന്ന ഒരു സംഘമാണ് ഇവരെന്ന് സത്യത്തിൽ ഈ പണിയെടുത്ത് ചേർത്ത് പിടിച്ചവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അത്രയും വികാരത്തോടാണ് അവർ ചേർന്ന് നിൽക്കുന്നത്. ഈ ക്രൈസ്തവ സമുദായം വളരെ പക്വതയും വളരെ മിതത്വവും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വലിയ കഴിവുമുള്ള ഒരു സമുദായമായിട്ടാണ് അടയാളപ്പെടുത്തപ്പെട്ടു പോന്നിട്ടുള്ളത്. അവർ ഭരണത്തിലാകട്ടെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആകട്ടെ അവർക്കർഹമായ പ്രാതിനിധ്യമൊക്കെ നേടിയതൊന്നും ഈ കാസാക്കൂസന്മാരെ പോലെയുള്ള ഏതെങ്കിലും സംഘങ്ങളെ വെച്ചായിരുന്നില്ല. അതിനുള്ള ന്യായമായ സ്പേസൊക്കെ അവർക്ക് എല്ലാ കാലത്തും കിട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ മേൽവിലാസത്തിലാണ്, അവരെ സംരക്ഷിക്കാനാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നവർ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഒരു പോഷക സംഘടനയെപ്പോലെയായി, നമ്മൾ സാധാരണ പെയ്ഡമ്മ എന്നൊക്കെ പറയുന്ന ആയമ്മയെപ്പോലെ ഒരു അമ്മയായി മാറുന്ന വളരെ ദയനീയമായൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ നേരം വെളുത്താൽ ഉടൻ തന്നെ കേക്കുകളുടെ പരസ്യവും ഇറച്ചിയുടെ പരസ്യവുമാണ്. ആ ഇറച്ചി വാങ്ങരുത്, ഈ ഇറച്ചി വാങ്ങരുത്, അല്ലാത്തത് വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞാണ് അവർ ഇതിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഈ മണ്ഡല കാലഘട്ടത്തിൽ പരമാവധി വിശ്വാസികൾ ശബരിമലയിൽ പോകുന്നതിനൊക്കെ പ്രോത്സാഹനം നൽകേണ്ടതല്ലേ? അവിടെ ഈ പറഞ്ഞതുപോലെ കൂറും അടുപ്പവും ഇഷ്ടവും സ്നേഹവും ഒക്കെ വരുമ്പോൾ വിദ്വേഷം മാത്രമല്ല, അല്പം പ്രോത്സാഹനവും സ്നേഹവുമൊക്കെ കൂടി മറുവശത്ത് നൽകാൻ ശ്രമിക്കേണ്ടതല്ലേ? അത് ചെയ്യാതെ എല്ലാ ദിവസവും കേക്കിൻ്റെ പരസ്യമാണ്. ഹലാൽ കേക്ക് വാങ്ങിക്കരുത്, ഹലാൽ കേക്ക് വാങ്ങിക്കരുത്. ആ കേക്കിൻ്റെ ബ്രാൻഡ് കൂടി പറയണ്ടേ കാസ? അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ആ മുതലാളിയെങ്കിലും രക്ഷപ്പെടൂലേ? അത് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള മാർഗമാണെന്ന് ഞാൻ പറഞ്ഞതോടുകൂടിയാണ് ഇപ്പം ഈ പറഞ്ഞ കാസ ഒരു ആയമ്മയായി മാറി അതിൻ്റെ പേര് പുറത്തേക്ക് വിടുന്നില്ല. പിന്നെ അവർക്കൊരു വളർത്തച്ഛനുമുണ്ട്, വള്ളിക്കെട്ടായ വള്ളിക്കാട്ടിലച്ഛൻ. അദ്ദേഹമാണ് ഇവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ അതിൻ്റെ നറേറ്റീവും സ്ക്രിപ്റ്റും വോയിസ് ഓവറും കൊടുക്കുന്നത്. ഏതായാലും അവർ വലിയ വ്യാപകമായി ഇത് എഴുതുമ്പോഴും പല ന്യൂസ് ക്ലിപ്പുകൾ പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. ആ ന്യൂസ് ക്ലിപ്പുകളിലൊക്കെ പറയുന്നത് ഛത്തീസ്ഗഡിൽ നടക്കുന്ന കാര്യങ്ങളും, എന്തിന് പാലക്കാട് സാന്താക്ലോസിനെയോ ക്രിസ്തുമസ് ആഘോഷമോ ഒക്കെ തടസ്സപ്പെടുത്തി എന്നും പറഞ്ഞ് വാർത്ത വന്നിരിക്കുന്നത് കണ്ടു ചാനലുകളിലും മറ്റുള്ളിടത്തുമൊക്കെ. അതിൻ്റെ വാസ്തവമൊന്നും എനിക്കറിയില്ല, പക്ഷേ അതെന്താണെങ്കിലും അവർ തിരക്കുന്നില്ല. ജർമ്മനിയിലും സിറിയയിലും ഒക്കെ പച്ചക്കത്രിക്കയ്ക്കോ പച്ച വെണ്ടയ്ക്കായ്ക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടൻ ബഹളം വെക്കുന്ന അവരൊന്നും സംസാരിക്കുന്നതേയില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു പെൺകുഞ്ഞ് മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് DNA പരിശോധന നടത്തി ഒരു 18 വയസ്സുള്ള ഒരാളിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ കുട്ടി ഗർഭം ധരിച്ചതിൻ്റെ കാരണക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആളുടെ പേര് സഹിതമൊക്കെ പുറത്തു വന്നിട്ടും കാസ ഒന്നും മൂളുകയോ ഞരങ്ങുകയോ പോലും ചെയ്യുന്നില്ല എന്നതാണൊരു സത്യം. സത്യത്തിൽ സ്നേഹിക്കുകയും വിലക്കെടുക്കുകയും ചെയ്യുന്നെങ്കിൽ കാസാക്കൂസന്മാരെ പോലെയുള്ളവരെയാണ് എടുക്കേണ്ടത്. അത്ര വിധേയത്വമാണ് അവർക്ക്. എനിക്കൊത്തിരി ഇഷ്ടമായി.